ഞാൻ ഇച്ചിരി സ്റ്റൈല് കൂടിയാ പോണ. ഇങ്ങനെ പിടിക്കും, എന്നിട്ട് കൊട ഇങ്ങനെ വഴുത്തേല്. ചായ. ഇപ്പോൾ കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സൂപ്പാണ്. എന്ത് സൂപ്പാണ്? റാഗി. മഴക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഓർമ്മപ്പെടുത്തണല്ല, അമ്മ മഴക്കാല ദിവസം രാവിലെ കഴിക്കണ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ഞാൻ പറയാൻ വന്നേട്ടോ. അതെ, അങ്ങനെ തന്നെയാണ്. അതെ, സ്വല്പം കടല ഇന്നലത്തെ ഉണ്ടായിരുന്നു, അതങ്ങ് മിക്സ് ചെയ്തു. അത് ഇത്രയും പുട്ടിന് ഉള്ളതേ ഉള്ളൂ. പിന്നെ ബാക്കി പുട്ടിന് പച്ചപ്പഴത്തിന്റെ പകുതി എടുത്തേക്കണം. ഞാൻ ലൈറ്റ് എടുത്തോണ്ട് വരാം. ഈ ലൈറ്റ് ഇട്ടോ? ആ ലൈറ്റ് പോരാ, ഫോക്കസ് ചെയ്യണമെങ്കിൽ ഈ ലൈറ്റ് തന്നെ വേണം. നീ പറഞ്ഞോ. അരക്കണപ്പുട്ടാണ് ആകെ കഴിക്കുന്നത് രാവിലത്തെ. അതിൽ 1/4 കണക്ക് കടല ഇരുന്നത് മിക്സ് ചെയ്തു. കടല തീർന്നു. പിന്നെ ബാലൻസ് ഉള്ള 1/4 കണക്ക് ഈ പഴം. അത്രയും മതി. ഭയങ്കര കോമ്പിനേഷൻ ആണല്ലോ. കോമ്പിനേഷനാണ്. ഓക്കെ, നീ എന്തൊക്കെയാ കഴിക്കണേന്ന് ഇടയ്ക്ക് പറയണോ കേട്ടോ. പറയാം. പുട്ടിന് ചൂടുണ്ടോ? നല്ല ചൂടാ. എനിക്ക് ചൂട് വേണം, എനിക്ക് ഇഷ്ടമല്ല. മഴക്കാലത്ത് പ്രത്യേകിച്ച്. Are you happy with this rain? ചൂടിലും പേരാന്നേ ഉള്ളൂ. ചൂടേ 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 എന്ന് പറഞ്ഞ് കുരുക്കളെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. 1 വീക്കായിട്ട് മഴയല്ലേ, അതോടുകൂടി പുറത്ത് വരെ ഇറങ്ങാൻ വിഷമം. മഴ മടുത്തു. പുറത്ത് പിന്നെ ഇത് ഇട്ടേക്കണത് കൊണ്ട് മുറ്റത്തോടെ നടക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കണ്ടിന്യൂസ് മഴ പെയ്തു കഴിഞ്ഞാൽ ടൈലേൽ മുഴുവൻ തെന്നും. എത്ര അടിച്ചു കഴിയാലും തെന്നും. അത് ഒരു വെയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ ഈർപ്പെല്ലാം പോകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സിമെന്റിന്റെ ഇതല്ലേ, അപ്പൊ അതങ്ങനെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. തണുപ്പ് ധാരാളം മതി. ഇനിയിപ്പോ ഫാൻ ഇല്ലാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. എന്തൊരു കാലാവസ്ഥ. ഇന്ന് ജൂൺ 1, പഴയ നൊസ്റ്റു. സ്കൂള് തുറക്കുമ്പോ ഒരു 4ാം ക്ലാസ് വരെ ജൂൺ 1 തീയതി ആവല്ലേ എന്ന് പ്രാർത്ഥിക്കും, ചുരുണ്ടുകൂടി കിടക്കാൻ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ദേഷ്യ രാവിലെ വിളിക്കണേ. അമ്മയുള്ള സമയം അതൊക്കെ. 6ാം ക്ലാസ് വരെ അമ്മ ഉണ്ടായിരുന്ന. എഴുന്നേക്കൂല, നേരം വെളുത്ത് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ പറ്റൂല. അതാ എൻ്റെ ഇളയ കൊച്ചപ്പനാ ആട്ടിക്കൊണ്ട് ഞങ്ങളെ പോണേ. അമ്മാച്ചനെ എന്നെയാണ് പ്രധാനമായിട്ട്, കാരണം ഞാൻ പോകില്ലെന്നേ. എന്നിട്ട് അമ്മച്ചി ചാച്ചനെ വിളിക്കും, പോലോസെ ഒന്ന് വന്നം, രാവിലെ സ്കൂൾ തുറന്നു കഴിഞ്ഞ് ഇവിടെ പോകൂല അല്ലെങ്കിൽ. എന്നിട്ട് കൊടയിൽ സഞ്ചിയൊക്കെ ചാച്ചൻ പിടിക്കും. എന്നിട്ട് ഞാൻ പുറകെയില്ലേ രാജ്ഞിയായിട്ടൊക്കെ പോകും. എനിക്കിതൊന്നും പിടിക്കാൻ പറ്റൂല, പുറക്കടയാ. എന്നിട്ട് നിങ്ങളുടെ പോലെ വർണ്ണക്കുടകളൊന്നുമില്ല, കറുത്ത കൊടയാ. കൊടയൊക്കെ നല്ല തീറ് പഴിയായിരിക്കും. എടുത്തി പിടിച്ച് കാലൊക്കെ ഇട്ട് ചെരുപ്പൊക്കെ ഇട്ടെങ്കിൽ അടിക്കും ദേഷ്യത്തിനാ. എന്നിട്ട് പാവാടയിലേക്ക് മുഴുവനും ചെളുതെറിക്കും. എന്തോ ഒരു മിക്രിയായിരുന്നു. അമ്മാച്ചന് പക്ഷെ പോവാൻ ഇഷ്ടമായിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. സുരേഷ് ചാച്ചനും അച്ഛൻ ചാച്ചനും രാജൻ ചാച്ചനില്ല മരിച്ചുപോയി, ആ ചാച്ചനും ഇവര് 3 കൂട്ടാ. നമ്മുടെ ബന്ധുവിലുപരി ഇവര് ഭയങ്കര ഫ്രണ്ട്സാ. അപ്പൊ ഇവർക്ക് ഈ ചുമ്മാ താളം തള്ളി ഇങ്ങനെ നടക്കാം. അവർക്ക് ഇഷ്ടാ വെള്ളത്തീക്കടയും ദീക്കടയൊക്കെ. എനിക്കാരും കൂട്ടില്ല. കൂട്ടുകാരൊക്കെ അകലേന്നൊക്കെ വരണ്ടേ, അതിനെയൊന്നും നോക്കി നിൽക്കൂല. അപ്പൊ കുഞ്ചാച്ചൻ ആട്ടിപ്പയക്കാൻ തുറക്കണേ അന്നൊന്ന് വരും. പിന്നെ എപ്പോഴും നമുക്കിങ്ങനെ സപ്പോർട്ടിന് ആളുള്ളപ്പോഴാണ് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ താളം തള്ളി നിൽക്കണേ. 6ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ താളം തള്ളാൻ പിന്നെ പ്രായമായി. അന്നേരത്തേക്കും ഒന്നുമില്ല. 4ാം ക്ലാസ് വരെയും ജമ്മത്തിയാൻ പോവില്ലായിരുന്നു സ്കൂൾ തുറക്കണേ അന്ന്. മഴയും. അപ്പൊ നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം, നമുക്ക് കറി ഉണ്ടാക്കണം, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങാത്തലി ഉച്ചയ്ക്ക് ചോറ്റുപാത്രം തുറക്കുമ്പോ ചൂടൊന്നും ഉണ്ടാവൂല ചോറിന്. ചോറിന്റെ മീതെ മാങ്ങാത്തലിയും ചിലപ്പോൾ ഉണക്കച്ചെമ്മീനായിരിക്കും, മഴ പിടിച്ച പച്ചച്ചെമ്മീൻ കിട്ടും. പച്ചച്ചെമ്മീനായിരിക്കും, അതിട്ട ചാറുകറി മീതെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിങ്ങനെ ഇട്ട് കുഴച്ചങ്ങ് ഉണ്ണും. പിന്നെ ഉലർത്ത് കറി കുറവായിരിക്കും. എന്നാന്ന് വെച്ചാൽ വേറെ അതിന്റെ അരികിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ല. ഞാൻ ചിലപ്പോൾ അടപ്പ് പാത്രം, കറിപ്പാത്രങ്ങളൊന്നും വേറെ ഇല്ല എന്നാ. അടപ്പ് പാത്രം വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് എന്നാന്നറിയാമോ, ഈ സെപ്പറേറ്റ് ഇങ്ങനെ ഈ സ്റ്റീലിന്റെ തൂക്കുപാത്രം ആണെങ്കിൽ അതിനൊരു അകത്തൊരു കറി വെക്കുന്ന ഒരു പാത്രം വെച്ച് അടക്കും കണ്ട് അടയ്ക്കണ. വട്ടപാത്രത്തിന് അതില്ല. അപ്പൊ ഈ സ്റ്റീൽ ആ പാത്രത്തിനകത്ത് എന്തെങ്കിലും ഉലർത്തുകറി ഉണ്ടാവും, അത് ഹര. അപ്പൊ അമ്മാച്ചന് തൂക്കുപാത്രം, എനിക്ക് വട്ടപാത്രം. കാരണം എന്നാന്നറിയാമോ, അതൊരു നൊസ്റ്റു ഉണ്ട്. വട്ടപാത്രത്തിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ നെയ്യണ സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു ബാഗ് എനിക്ക് അപ്പച്ചൻ മേടിച്ചു തന്നു, ലിപ്പച്ചൻ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് നെയ്യണ ബാഗ്. ഈ പ്ലാസ്റ്റിക് എൻ്റെ കാലഘട്ടത്തിലുള്ളവർക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ അടിയിലില്ലേ ഇങ്ങനെ പാത്രം വെക്കാനായിട്ടൊരു തുടം പോലെ ഉണ്ട് ഇങ്ങനെ. അതിൽ പാത്രം ഇറക്കി വെക്കും.
മീതെ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും. ഇത്രയും റൗണ്ടിൽ അടിയിൽ ഇങ്ങനെ കട്ട പോലെ ഇരിക്കും. എന്നിട്ട് മീതേക്ക് അത് പണ്ടത്തെ ഒരുമാതിരി വീടുകളിലൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്. ഒരുപാട് നാളത് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിയുമ്പോൾ വള്ളി പൊട്ടിപ്പോവും. അന്നേരം പിന്നെ നെയ്യാൻ അറിയാവുന്നവരില്ല. ഇവിടെ അമ്മച്ചിയാണെങ്കിൽ ചിലപ്പോൾ അത് നെയ്തെടുത്താൻ. നെയ്യാൻ അറിയാവുന്നവരൊന്നും അവിടെ ഇല്ല. പിന്നെ അത് കളഞ്ഞ് അപ്പൊ അടിയിലായിരിക്കും ചോറ്റുപാത്രം എൻ്റെ. അപ്പൊ അമ്മാച്ചൻ പുസ്തകം കൊണ്ടുപോകുമ്പോ ഈ പുസ്തകം ഇങ്ങനെ വെച്ച് ബാഗല്ല, ഏതാണ്ട് ഈ ഇലാസ്റ്റിക്കിന്റെ കടയിൽ നിന്ന് മേടിക്കുന്ന വീതിയുള്ളൊരു റബ്ബർ ബാൻഡ് പോലത്തെ ഉണ്ട്. ആ റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ ആ ചാച്ചന്മാരൊക്കെ അങ്ങനെ മറ്റവരൊക്കെ അങ്ങനെ കെട്ടി വെച്ച് ചോറ്റ് തൂക്കുപാത്രം കൈ പിടിക്കും. ഇത് ഇങ്ങനെ പിടിക്കും. അത് ശരി. എന്നിട്ട് തൂക്കുപാത്രം പിടിച്ച് വെച്ച് കഴുത്തയിലായിരിക്കും കൊട ഇങ്ങനെ ചാരി വെച്ചോണ്ട് പോണേ. ഞാൻ ഇച്ചിരി സ്റ്റൈല് കൂടിയാ പോണേ. ഇങ്ങനെ പിടിക്കും, എന്നിട്ട് കൊട ഇങ്ങനെ കഴുത്തേല്. അത് ശരി. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കൊട. എങ്ങനെ കഴുത്തേൽ ഇങ്ങനെ വെച്ചേക്കും. കൈ പിടിക്കൂല ഇങ്ങനെ ഇങ്ങനെ വിടുത്തി വേണമെങ്കിൽ പിന്നെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ വിടുത്തൂലേ, വിടുത്തേച്ച് ഇങ്ങനെ ആ തണ്ടിങ്ങനെ അങ്ങ് വെച്ചോണ്ട് അങ്ങ് നടന്നു പോകും. ആണുങ്ങളെങ്ങനെയാ അവരങ്ങനെയാ പോയിക്കൊണ്ടിരുന്ന സ്ഥിരം. കൈ മറ്റി പിടിക്കൂല. കാരണം ഒരു ഇതില് പുസ്തകം ഉണ്ടാവും, ഒരു കയ്യിൽ ചോറ്റുപാത്രം ഉണ്ടാവും. അപ്പൊ പിന്നെ എവിടെ കൈ കൊണ്ട് പിടിക്കും. പുസ്തകത്തിന് അപ്പൊ പെട്ടിയൊന്നുമില്ലേ, ബാഗൊന്നുമില്ലേ? പുസ്തകം കയ്യിലാ പിടിക്കണേ? അവര് കയ്യിലാ പിടിക്കണേ. അപ്പൊ മഴ നനയില്ലേ? കോട്ടപ്പടിയിലെ അപ്പൻ ഒരു അലൂമിനിയത്തിന്റെ പെട്ടി പണ്ട് മേടിച്ചു തന്നു. പക്ഷെ അത് 1ാം ക്ലാസ് 2ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ പുസ്തകം കൊള്ളൂല, ചെറുതായിരുന്നു. അവര് മഴ നനയാതൊക്കെ കൊണ്ടു. പിന്നെ എനിക്ക് തോന്നുന്നത് അവരെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് റബ്ബർ ബാൻഡ് ഇടുമെന്നൊരു സംശയം. റബ്ബർ ബാൻഡ് എന്ന് പറയാൻ പറ്റില്ല, കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ഇലാസ്റ്റിക്കിന്റെ സാധനം, വീതിയുള്ള റബ്ബർ ബാൻഡ് പോലെ ഇത്രയും വീതി ഉണ്ടാവും. എന്നിട്ട് ഈ പുസ്തകം എല്ലാം ഇട്ടേച്ച് എനിക്ക് തോന്നണത് ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇങ്ങനത്തെ കവറൊന്നും വന്നില്ല. പ്ലാസ്റ്റിക്കിന്റെ ഈ തുണിയൊക്കെ ഡ്രൈ വാഷ് ചെയ്യുമ്പോൾ കിട്ടൂലേ വൈറ്റ്, ഈ പ്ലാസ്റ്റിക് കവറാ വൈറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, അതെങ്ങാണ്ട് ഇട്ടേച്ച് റബ്ബർ ബാൻഡ് ഇടണമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അതിന്റെ മീതെ പെൻസിൽ ബോക്സും വെക്കും. അങ്ങനെയാ. അവർക്ക് ബാഗുകൾ അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വേറൊരു കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ കേട്ടോ. ഇപ്പം നമ്മളെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 ശേഷം ഒരു വീഡിയോയും 12 മണിക്ക് ശേഷം ഷോർട്ട് വീഡിയോയും ഇടാറുണ്ട് അല്ലേ? അപ്പോൾ ഇനി തൊട്ട് നമുക്ക് മൺഡേയ്സിൽ ഉച്ചയ്ക്ക് 1:30 ശേഷമുള്ള വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. ഷോർട്ട് വീഡിയോ ഉണ്ടാവും. ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാവും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. മൺഡേ മാത്രം നമുക്ക് 1:30 ശേഷമുള്ള മെയിൻ വീഡിയോ ഉണ്ടാവില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് കുറച്ച് വർക്കൊക്കെ ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് വർക്കുകൾ നമുക്ക് വന്നിട്ട് ഒന്നും അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമുക്കിനി മൺഡേയ്സ് മാത്രം 1:30 ശേഷമുള്ള വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മൾ ജസ്റ്റൊക്കെ ഒന്ന് വർക്കൊക്കെ ഒന്ന് മാനേജ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും പഴയ പോലെ ആവും കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം മാത്രം പറഞ്ഞതാണ് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും കാത്തിരിക്കുമെന്നറിയാം. 1:30 ശേഷമുള്ള വീഡിയോ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് മാത്രം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും ഉണ്ടാവും. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് ഷോർട്ട് വീഡിയോ വരുന്നത്. കാരണം നമുക്ക് വീഡിയോയുടെ വർക്കുകൾ മറ്റു വർക്കുകൾ എല്ലാം കൂടി വരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കൺജസ്റ്റഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് എല്ലാ മൺഡേയ്സും ഉച്ചയ്ക്ക് 1:30 ശേഷമുള്ള വീഡിയോ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. അതുപോലെ ഷോർട്ട് വീഡിയോയും എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി വന്നതാണേ. നിങ്ങൾ വിചാരിക്കും രാവിലെ കണ്ടതിന് ശേഷം പിന്നെ ഒന്നും എന്താ കാണാത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഗസ്റ്റുകളും വന്നെന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ളവരാ. അപ്പൊ ഒരു ആള് വന്ന ഷേർലി ചേച്ചി വന്നപ്പോ കൊച്ചിന് സ്വീറ്റ്സാ കൊടുത്തത്. അവര് പെട്ടെന്ന് പോയി. എനിക്ക് പൊടി കൊണ്ടുവന്ന് തന്നാട്ടോ. പിന്നെ വേറൊരു ഫാമിലി ഫ്രണ്ട് വന്നപ്പോ ഇന്നലെ ഞങ്ങൾ മേടിച്ച ആൻസിലെ പേപ്പർ സോൾട്ട് പൊട്ടിച്ചായിരുന്നു. അപ്പൊ അവര് ചിരിച്ചായിട്ട് എടുത്തോളൂ. ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരു പേപ്പർ സോൾട്ട് എടുത്ത് കഴിച്ചു. അത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. അവരിരുന്നപ്പോ അവരുടെ കൂടെ ആയതുകൊണ്ട് കാണിക്കാൻ മറന്നുപോയത്. പിന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചത്തെ മീൽസിന്റെ ടൈമാണ്. വേറെ ഒന്നും പിന്നെ കഴിച്ചിട്ടില്ല. മീൽസിന്റെ ടൈമാണ്. അപ്പൊ മീൽസിന് അമ്മ ഇന്ന് കഴിക്കാൻ പോണത് ഇതപ്പയുടെ കേട്ടോ. ഇതെന്റെ അല്ലേ? കണ്ടപ്പോ തോന്നി. അമ്മ ക്യാബേജ് എടുത്തിട്ടില്ല അല്ലേ? അപ്പൊ അമ്മയ്ക്ക് ഇന്ന് വേറെ കറിയില്ലല്ലോ. അത് മതി, എനിക്ക് ഒഴിക്കാൻ വേണ്ടെന്ന് അറിയാലോ. മീൻ ഇരിപ്പണ്ടേ, അത് എടുക്കാൻ സമയം കിട്ടിയില്ലെന്നേ. റെഡിയാക്കാൻ സമയം കിട്ടില്ല. വൈകിട്ടത്തേക്ക് ഉണ്ടാക്കണം. ശരി. മീൻ ഇരിപ്പുണ്ട്. അപ്പൊ കടച്ചക്ക മേടിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് കടച്ചക്ക ഉലർത്താം. പിന്നെ മാങ്കയുടെ പഴുപ്പിടൊക്കെ ഇച്ചിരി പ്രോസസ്സിംഗ് ആയിരുന്നു. അത് വലിയ പ്രോസസ്സിംഗ് അല്ല, പക്ഷെ പറമ്പിന്റെ ടൂർ എടുക്കാൻ പോയി. ചിലരൊക്കെ വന്നുകൊണ്ട് കുറച്ച് ഡിലേ ആയി.
ഇനി ഉച്ച കഴിഞ്ഞ് 2 വീഡിയോയും കൂടെ ഉണ്ട്. ചാറ് വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ അമ്മയ്ക്കത് ചാറ് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. മോരുകാച്ചിരിപ്പുണ്ട്, കറിവേപ്പില മോരുകാച്ച. അത് ശരി, കഴിക്കാം. വൈകുന്നേരം കടച്ചക്ക ഉണ്ടാകും, മീൻകറി ഉണ്ടാകും. ഓക്കെ ഓക്കെ ബൈ. അതെ 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 അതെ. ഞങ്ങളുടെ അവിടെ അച്ഛൻ്റെ സുരേഷ് അച്ഛൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു. ആ കൊച്ചപ്പൻ അവിടെ ഉണ്ടായി കഴിയുമ്പോൾ ഇല്ലേ, എല്ലാ വീട്ടിലേക്കും 4-5 എണ്ണം ഒരു സഞ്ചിക്കകത്ത് ഇങ്ങനെ കൊണ്ടുവരും. ഈ അരിയൊക്കെ മേടിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചിക്കകത്ത്, പണ്ടിങ്ങനെ പ്ലാസ്റ്റിക് സഞ്ചി ഉണ്ട് അതിനകത്ത്. പക്ഷെ ആർക്കും എന്ത് മാവാന്ന് എന്നാന്നറിയില്ല. ആ മുൻവശത്ത് ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക്. ഒത്തിരി വർഷം കഴിഞ്ഞത് കാലഹരണപ്പെട്ട് പോയാൽ. അതുപോലെ അവരുടെ ആയിരിക്കും. പിന്നെ അവരുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തില്ലേ, പാടത്തിൻ്റെ അങ്ങോട്ട് ചേർന്നേ, നമുക്ക് എനിക്കിവിടെ വന്നാൽ കിളിച്ചുണ്ടനാന്ന് മനസ്സിലായ. ആ കിളിച്ചുണ്ടമാവ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇല്ലേ, ആ കിളിച്ചുണ്ടമാവ് എന്തോരമുള്ളതാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സുരേഷ് ചേച്ചനൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, കേൾക്കുന്നുണ്ടാവും. ഈ നമ്മുടെ എടനയില്ലേ, എടനയുടെ ഒരു പകുതിയേ ഉള്ളൂ വലിപ്പം. എന്നിട്ട് അവിടെ പടിഞ്ഞാറ് വശത്തെ മുറ്റത്തിൻ്റെ നേരെ പുറത്തായിട്ട് മേൽക്കണ്ടം നിരക്കുന്നുണ്ട്. ആ മേൽക്കണ്ടത്തിനോട് സമീപം, അന്നത്തെ കാലമാട്ടോ, സമീപം അത് നിന്നത്. ഇപ്പം അതുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ചുമന്ന മാങ്ങ നിറച്ച് തൂങ്ങിക്കിടക്കും തൈമാവേൽ. എന്നിട്ട് കൊച്ചമ്മ പറയും, മോളൂട്ടി അത് പച്ച പറിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുളിയാണ്. എന്നിട്ട് ചെനപ്പ് പാകാകുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവരും അത് പറിച്ചു. ആ കൊച്ചപ്പനെ കൊണ്ടാണ് സുരേഷ് ചേച്ചൻ്റെ അപ്പൻ. 4 മണിയായിട്ടോ. അമ്മ എണീറ്റു, ചായ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ്. 4 മണിക്ക് പിന്നെ പൊതുവെ അങ്ങനത്തെ കാഴ്ചകളായിരിക്കും ഇവിടെ കാണുക. അതെ അതെ. മഴയാകുമ്പോ പ്രത്യേക ഒരു സുഖം. മഴ പെയ്യാൻ പോവുക, പെയ്യാൻ ഓങ്ങി നിപ്പുണ്ട്. ഏത് നിമിഷവും വരാം. അതെ. ഇതാർക്കാ കാപ്പി? നിനക്ക്. എനിക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കണ്ടോ അമ്മ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആവി പറക്കണ കാപ്പി. ചായ സ്ട്രോങ് ടീ. അതെ. കളർ കണ്ടാ അറിയാലോ സ്ട്രോങ് ആണോ ഇല്ലയോ എന്നുള്ളത്. ജോണിൽ വന്നേക്കണോ? മഴയുടെ ഇതാണ്. ഇനി മറിച്ചോണ്ട് വരാം കേട്ടോ. നിന്റെ കോഫി ചായ മറിച്ചോണ്ട് വരാം. ഒരു സെക്കൻഡ്, ഇപ്പൊ കൊണ്ടുവരാം. അപ്പുറം ഇട്ട് മറിക്കാന്ന് നോക്കാം. ചായ ഇപ്പൊ വരും കേട്ടോ. അത് അപ്പയ്ക്കുള്ളതാ. അതിനാകാണ്ട് 250 രൂപയുള്ളൂ അല്ലേ? ഇത് മൾട്ടിഗ്രെയിൻ ബ്രെഡ് മകള് മേടിച്ചതാ, കഴിഞ്ഞ ആഴ്ച മേടിച്ചായിരുന്നു. അപ്പൊ ഞാനത് ഒരു പീസ് എടുത്ത് ചായയിൽ മുക്കി കഴിക്കുകയാണ്. സാധാരണ അമ്മ റസ്ക് അല്ലേ കഴിക്കാറ്? അല്ല, റസ്ക് മേടിക്കുമ്പോഴേ റസ്ക് കഴിക്കാറുള്ളൂ. വെണ്ണ ബിസ്ക്കറ്റ് മേടിക്കുമ്പോൾ റസ്ക് ഉണ്ടാവൂല, മേടിക്കൂല. എല്ലാം കൂടെ മേടിച്ച് വെച്ചാൽ ചീത്തയാവും. അതുകൊണ്ട് അപ്പൊ അപ്പയ്ക്ക് സാൻഡ്വിച്ചിന് ബ്രെഡ് ഉണ്ടാവും. അപ്പോൾ ഒരു പീസ് ബ്രെഡ് എടുക്കും ചായയിൽ മുക്കാൻ. ഇടവിട്ട് വെള്ളം കുടിക്കണ്ട കേട്ടോ, അത് പറയണില്ല, അത് ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ ഷീറ്റ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ മീതെ വെക്കാൻ വേണ്ടപ്പെട്ടവർ വരുമ്പോൾ ഞങ്ങൾ ഷീറ്റ് മാറ്റും, എന്നിട്ട് അവരിയ്ക്കും. ഞങ്ങളിരിക്കുമ്പോൾ ഇങ്ങനെ ഷീറ്റ് ഇട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. ഫ്ലാറ്റുകളിലും അതുപോലെ പൊടിപടലങ്ങൾ അടിക്കാത്ത വീടുകളോ ആണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ നാട്ടിൻ പ്രദേശമാണ്, എപ്പോഴും പൊടിയടിക്കും. അതുകൊണ്ട് അങ്ങനെ വിരിക്കുന്നതാണ്. ഓക്കെ. ബംഗരം ബില്ലി വ്യത്യാസമുണ്ട്. ഇന്നലെ കൊണ്ടുവന്നല്ലേ, തീരെ മോശമായിരുന്നു. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഓരോന്ന് കഴിക്കണ്ട കേട്ടോ. മോശം ആണോ? പുളിയുണ്ടോ? പുളിയിൽ മാത്രമേ പറ്റാല. 2 പ്രാവശ്യം കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരുന്നു. ശരിക്കും വിളഞ്ഞത്. തീരെ മോശം, വിളവ് കുറവാതാ. അപ്പൊ അമ്മയുടെ വാട്ട് ഐ ഈറ്റിന്റെ ഡേയില് സമയം എത്ര മണിയായി നോക്കിയേ? 9 മണി ആവാറായി. അതിനിടയ്ക്ക് അമ്മ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സൂപ്പാണ്. എന്ത് സൂപ്പാണ്? റാഗി. ബർത്ത്ഡേ പ്രമാണിച്ച് റാഗി സൂപ്പ്. ഇന്നല്ലാട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ ഇന്നാ നടത്തിയത്.
വരുന്ന ദിവസങ്ങളിലാണ് ബർത്ത്ഡേ വരുന്നത്. അത് നിങ്ങളോട് പറയാട്ടോ. നല്ല 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 സൂപ്പിൻ്റെ റെസിപ്പിയും കമ്മിങ് സൂണാണ് കേട്ടോ. ഒരു വെറൈറ്റി മഴ പെയ്യുന്ന രാത്രികളിൽ. നീ എടുത്തോണ്ട് വാ. അമ്മയല്ലേ ഈ രാത്രിയിൽ പുറത്തു പോയി നിൽക്കണ? കടച്ചക്ക എത്തുവാണോ? ആ, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഭാഗ്യം. അമ്മ രാത്രിയിൽ പുറത്തിറങ്ങാനും മടിക്കില്ല. ആ ദേ അവിടെയൊക്കെ കാണാം. പിന്നെ നമ്മൾ വീഡിയോയിലൊന്നും അവരെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അവരുടെ പ്രൈവസിയെ നമ്മൾ കയറി ചെല്ലുന്നത് ശരിയല്ല. ആ, എല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട വീടുകളാണ്. അതെ അതെ. ജഹാംഗീർ മാങ്ങ. അതെ, പണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നാണ്. ഇപ്പൊ ആ മാവ് സ്വയം ഉണങ്ങി നശിച്ചു പോയി. നാളെ ആ മാവിന്റെ പടവൊന്നും എടുക്കാം. ജഹാംഗീർ ഉണങ്ങി നിക്കണത് കംപ്ലീറ്റ് പോയി. അപ്പച്ചനുള്ള കാലത്ത് നട്ടുപിടിപ്പിച്ച ഉട്ടുമാവാണ്. പക്ഷെ ഇത് വന്ന ജഹാംഗീർ മാങ്ങയാണ്. അതായത് അപ്പയുടെ ഫ്രണ്ട് ജോർജ് അമ്പാട്ടിന്റെ വീട്ടിൽ നിന്ന് അവര് രണ്ടുപേരും കൂടെ ഇന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ. ദേ നല്ല സ്മെല്ലുണ്ട്. പഴുത്തു വരുമ്പോ നമുക്ക് എടുക്കാം. അതെ, സൃഷ്ടിയായിട്ടുള്ളതാ. ഒട്ടും ഇതില്ല. അണ്ടി തീരെ ചെറുതാ. മാങ്ങ നല്ല പഴുപ്പാ. യെല്ലോ ഷെയ്ഡാ മാങ്ങയ്ക്ക്. മണായി വന്നെയുള്ളവര് പറപ്പിച്ചതാന്നാ പറഞ്ഞ പണിക്കാരനെ കൊണ്ട്. കുഴിഞ്ഞ് നല്ല മൂത്തിട്ടുണ്ടതാ. അമ്മ എപ്പോഴാ ഇനി ചോറുണ്ടേ? സൂപ്പൊക്കെ കുടിച്ച് ചോറൊന്നുമില്ല. വയറ് നിറഞ്ഞോ? നിറഞ്ഞു. ഞാൻ സ്വല്പം എടുത്ത് വെച്ചിട്ടുണ്ട് അരക്കയില്. അതോടുകൂടി ഇന്നത്തെ പരിപാടി എന്റെ കലാശിക്കതേ കടച്ചക്ക കേട്ടോ. അമ്മയുടെ ഇന്നത്തെ കുറച്ചേരം മുമ്പ് മുറിച്ചത് അമ്മ ഈ പരുവത്തിന് വേഗം ആക്കിയല്ലോ. കടച്ചക്ക വലിയ രുചിയില്ല, മൂപ്പിച്ചിരി കുറവാ. ശരി. പിന്നെ അപ്പയ്ക്ക് പിക്കിള. അമ്മയുടെ വാട്ട ഈറ്റിനിടയെന്ന് പറഞ്ഞിട്ട് അപ്പയുടെ ചോറും കറിയാ കാണിക്കുന്നത്. അമ്മയുടെ ഇപ്പൊ എടുക്കും, അന്നേരം കാണിക്കാം. എനിക്ക് വേണമെന്ന് തന്നെയില്ല. പിന്നെ ഇത് എടുക്കണത് കൊണ്ട് ഞാൻ എടുക്കണം. സൂപ്പ് കുടിച്ചത് കൊണ്ടേ വയറങ്ങ് നിറഞ്ഞു മെത്തി. ഞാന് രാത്രിയിലധികം കഴിക്കാറില്ലല്ലോ. എനിക്ക് മെത്തണ്ട ആവശ്യമില്ല. ഉച്ചയ്ക്ക് മെത്തും, കാലത്തും അധികം മെത്താറില്ല. ഇതപ്പയ്ക്ക് കൊടുത്തേച്ച് വരാട്ടോ. അമ്മ അതുകൊണ്ട് ലൈറ്റ് ഫുഡാ. കറികളുണ്ട് അതിലിടാൻ. എന്നാ ഈ മീനൊന്നും കഴിക്കാത്ത? മീൻ വേണ്ട. പിക്കിളും കടച്ചക്ക അത് മതി. അതോടുകൂടി ഇന്നത്തെ വാട്ടായി ഈറ്റിന്റെ ഡേയുടെ സെഗ്മെന്റ് നമ്മൾ ഇന്ന് അവസാനിക്കുകയാണ്. അമ്മയുടെ നമ്മ അങ്ങനെ ലൈറ്റ് ഫുഡൊന്നും ഇടവിട്ടൊന്നും കഴിച്ചില്ല. സൂപ്പ് കുടിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കേക്ക് കട്ടിങ്ങില് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷന് കേക്ക് ഇന്നാ മുറിച്ചേ. അപ്പൊ അതിന്റെ ഒരു സ്വല്പം കേക്ക് ഉണ്ട്. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നാന്ന് വെച്ചാ വർക്കിംഗ് ഡേയിലാ ബർത്ത്ഡേ വന്നത്. അപ്പൊ അന്ന് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ബർത്ത്ഡേക്ക് മുമ്പ് കട്ട് ചെയ്തു. അപ്പൊ വീഡിയോ ആ കറക്റ്റ് ഡേയിലായിരിക്കും കേട്ടോ. അപ്പൊ സ്വല്പം അതിന്റെ കേക്ക് കഴിച്ചു. ബ്രെഡും ചായയും വൈകുന്നേരം കുടിച്ചു. വൈകിട്ട് ബ്രൂ കോഫി കുടിച്ചില്ല. പിന്നെ ഉച്ചയ്ക്ക് മീൽസ് ഇഷ്ടംപോലെ വെള്ളം കുടിക്കണുണ്ട്. ഇപ്പൊ അങ്ങനെ ആക്ടിവിറ്റികള്. ചില ദിവസങ്ങളിൽ കൂടുതൽ ഫുഡ് കഴിക്കാറുണ്ട്. വീഡിയോസ് എടുക്കുന്ന ദിവസം ഞങ്ങൾ പറയാറില്ലേ, ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യുമ്പോ ചിലപ്പോ ടൈമൊക്കെ ഇച്ചിരി ഇതാവും. അപ്പൊ ഫുഡ് ചിലപ്പോ ഇച്ചിരി കുറവായിരിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതുപോലൊരു പ്രതിഭാസം ഞാൻ ആദ്യമായിട്ടാ കാണട്ടോ. കടച്ചക്കയുടെ മുകളിലേക്ക് സോസ് ഒഴിച്ചു. എന്നാന്നറിയാമോ, ഈ സോസ് സൂപ്പ് ഒഴിവായി. അപ്പൊ കടച്ചക്ക ഇച്ചിരി മൂപ്പ് കുറവായതിന്റെ ടേസ്റ്റ് കുറവാണ്. അപ്പൊ ഞാൻ ഓർത്ത് വെള്ളം ഒഴിച്ച് കഴിയണതിന് പൊള്ള സോസ് അതിലേക്ക് ഒഴിച്ചു. എന്നാലും ഇതിച്ചിരി അക്രമമായി പോയി. എന്നാലും വേണ്ടില്ലായിരുന്നു. ഓക്കെ.